न्यूज़ अपडेट्स आद्യം പ്രധാന വാർത്തകൾ इन्होंने ये काले संघी चांसलर गो बैक वगैरह वगैरह अभी वाइस चांसलर को फौरन लिखिए है जी हाउ ही हैज अलाउड इट। अभी वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ दीज बैनर्स आर देयर। കാലിക്കറ്റ് സർവകലാശാലയിൽ എസ്എഫ്ഐ ഉയർത്തിയ ബാനറുകൾ നീക്കണമെന്ന് ഗവർണർ ബിസിയോട് വിശദീകരണം തേടും. ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിൽ തുടരുന്നു. എസ്എഫ്ഐ ഇന്ന് പ്രതിഷേധിക്കാനില്ല. ഗവർണറുടേത് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമമെന്ന് പിണറായി. കോന്നിയിൽ മുഖ്യമന്ത്രിക്ക് യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി. പ്രവർത്തകരെ ആക്രമിച്ച് ഡിവൈഎഫ്ഐ. കാഴ്ചക്കാരായി പോലീസ്. പ്രവർത്തകരെ തല്ലിയാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് സുധാകരൻ. ഗൺമാൻ മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രിക്ക് മൗനം. കേരളം വീണ്ടും കോവിഡ് ജാഗ്രതയിൽ. ഒമിക്രോൺ ഉപവകഭേദം വ്യാപിക്കുന്നു. സാഹചര്യം വിലയിരുത്തി കേന്ദ്രം. ആശങ്ക വേണ്ടെന്ന് വീണ ജോർജ്. വയനാടിനെ വിറപ്പിച്ച് കടുവ. കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് വാകേരിയിലെ നരഭോജി കടുവ. അതിരപ്പള്ളിയിൽ വഴി തടഞ്ഞൊറ്റയാൻ കട്ടപ്പ. പത്തനംതിട്ടയിൽ തള്ളയാൻ ഉപേക്ഷിച്ച കുട്ടിയാന ചരിഞ്ഞു. പാർലമെന്റ് അതിക്രമം അതീവ ഗൌരവതരമെന്ന് പ്രധാനമന്ത്രി. വിശദമായ അന്വേഷണം ആവശ്യം. രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ലെന്ന് മോദി. പാർലമെന്റിൽ നാളെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കൊച്ചിയിൽ 52-കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ തെളിവെടുത്തു. സ്ത്രീയുടെ ആരോഗ്യനില തൃപ്തികരം. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കെപിസിസി. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ സുധാകരൻ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ്. തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വിശദമായി നോക്കാം. കാലിക്കറ്റ് സർവകലാശാലയിൽ എസ്എഫ്ഐ ഉയർത്തിയ ബാനറുകൾ അഴിച്ചുമാറ്റാൻ നിർദ്ദേശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ബാനർ കെട്ടാൻ അനുവദിച്ചതിന് വിസിയോട് വിശദീകരണം ചോദിക്കണമെന്ന് രാജ്ഭവൻ സെക്രട്ടറിക്ക് ഗവർണർ നിർദ്ദേശം നൽകി. കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം സർവകലാശാലയിൽ മടങ്ങിയെത്തിയ ശേഷമാണ് ഗവർണർ ബാനറുകൾ മാറ്റാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. സംഘി ചാൻസലർ വാപസ് ജാവോ എന്ന ബാനറാണ് എസ്എഫ്ഐ ഉയർത്തിയിരുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നിന്ന് മടങ്ങുക. അതുവരെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇന്ന് പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ എസ്എഫ്ഐ ആസൂത്രണം ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ ഈ ക്യാമ്പസ് പരിസരത്തോ ഒരു പ്രതിഷേധ പരിപാടികൾ വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് എസ്എഫ്ഐ. കാരണം ഇന്ന് പൊതുപരിപാടികൾ ഗവർണർക്കില്ല. ആകെയുള്ളത് ഒരു സ്വകാര്യ പരിപാടിയാണ്. അതിൽ അദ്ദേഹം പങ്കെടുത്തു വരികയും ചെയ്തു. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഉള്ളത്. ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പ്രതിഷേധ പരിപാടികളോ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. പതിവ് പോലെ തന്നെ ഗവർണർ പുറത്തിറങ്ങി ഈ ചടങ്ങിൽ പങ്കെടുത്തു, തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഗേറ്റ് തുറന്ന് പുറത്തു വരികയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ പല ബാനറുകളും, അതായത് ഈ ഗവർണർക്കെതിരെ സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാനറുകൾ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം പോലീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന് കൃത്യമായി തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം എന്ന് അദ്ദേഹം വളരെ ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. यहाँ पे इन्होंने ये काले संघी चांसलर गो बैक वगैरह वगैरह अभी वाइस चांसलर को फौरन लिखिए है जी हाउ ही हैज अलाउड इट। भाई विल यू प्लीज कीप हेलो अभी वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ दीज बैनर्स आर देयर। നാളെയും കാര്യമായി ഗവർണർക്ക് പരിപാടികളൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം 3:30 ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഒരു പരിപാടി മാത്രമാണുള്ളത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെമിനാറാണുള്ളത്. ഇതിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം 6 മണിയോടുകൂടി അദ്ദേഹം തിരിച്ചു പോവും.
അതുവരെ അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാവാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പരിസരത്ത് മാത്രം 600 ചില്ലറ പോലീസുണ്ട്, 650ഓളം പോലീസുണ്ട്. ഇവിടെ നിന്ന്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് കോഴിക്കോട് സിറ്റി വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കടന്നുപോയ വഴികളിലെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ SFI പ്രവർത്തകരും മറ്റാരും തന്നെ കരിങ്കൊടി കാണിക്കുകയോ പ്രതിഷേധ പ്രകടനം നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഇതുവരെയും പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ബാനർ അഴിച്ചു മാറ്റണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഗവർണർ എത്തിയ സാഹചര്യത്തിൽ പ്രതിഷേധം വീണ്ടും ശക്തമാക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഇത് ഇന്ന് രാത്രിയോ മറ്റോ ഈ ബാനർ എടുത്തു മാറ്റുകയാണെങ്കിൽ നാളെ വീണ്ടും പ്രതിഷേധവുമായി SFI എത്തുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി. ഗവർണറുടെ നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റി നൽകാത്ത പേരുകൾ എങ്ങനെ ചാൻസലർക്ക് കിട്ടുന്നു? പാനൽ പേരുകളിൽ ഗവർണർ വിവേചനാധികാരം ഉപയോഗിക്കുന്നില്ല. ഏതോ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഗവർണർ ആളെ കണ്ടെത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഗഡ്വാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. കരിങ്കൊടി വന്നപ്പോൾ തങ്ങൾ അവരെ കൈവീശുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തിയത്. സംസ്ഥാനത്തിന്റെ താങ്ങുവില നൽകാൻ പോലും റബ്ബർ ബോർഡ് തടസ്സം നിൽക്കുന്നതായ ഗുരുതരമായ ആരോപണങ്ങളും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ മാത്രമായിരുന്നു വാർത്താ സമ്മേളനം. പിന്നീട് ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. വിവേകമില്ലാത്ത നടപടിയാണ് SFI വിദ്യാർത്ഥികളോട് ഈ ഗവർണർ സ്വീകരിക്കുന്നത്. വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഗവർണർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇക്കാര്യങ്ങൾ പ്രോട്ടോകോൾ ലംഘനമടക്കം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത് കേന്ദ്രം പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തുകയാണ്. അദ്ദേഹം കേരളത്തിലെ ഗവർണറാണ് എന്ന കാര്യം തന്നെ മറന്നുപോവുക. അദ്ദേഹം സ്വീകരിച്ച നടപടി സ്വാഭാവികമായി പ്രതിഷേധം ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. തീർത്തും വിവേകരഹിതമായ ഇടപെടലുകൾ എന്താണ്? ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതിന് പിന്നാലെ തങ്ങൾ എങ്ങനെയാണ് ഈ തങ്ങൾക്കെതിരെയും കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് നിങ്ങളെല്ലാം കണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തുടർന്നത്. താൻ ഈ കരിങ്കൊടിക്കാരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആരെയെങ്കിലും പള്ളു പറയാൻ, ചീത്ത വിളിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ലല്ലോ, അവരെ നേരിടാൻ ഞങ്ങൾ ആരും തയ്യാറാകുന്നില്ലല്ലോ എന്ന മറു ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തി. ഒരുപാട് നെരുക്കടി വരികയും ഈ ബസ്സിന്റെ മുന്നിൽ ചാടുകയാണ് തള്ളി മാറ്റുന്നൊക്കെ വിവാദങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിട്ടത്? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ആ കൈവഴിയുമായിട്ട് വരുന്നവർ മറ്റുള്ളവരുടെ നേരെ കൈവീശു പോലെ തന്നെ അവരുടെ നേരെ ഞാൻ കൈവീശു. അവരെ ആരെങ്കിലും കുറി പറഞ്ഞു, അവരാരെങ്കിലും ഗുണ്ടാസാണെന്ന് പറഞ്ഞു, അവരെ ആരെങ്കിലും വള്ളു പറയാൻ ഞങ്ങൾ ആരെങ്കിലും തയ്യാറായി. സാധാരണഗതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധത്തിന്റെ അവകാശം ഉണ്ട് തന്നെ അല്ലാതെ ഞങ്ങൾ പറഞ്ഞു. അത് അക്രമ രൂപത്തിലേക്ക് മാറുമെന്ന് മാത്രമല്ലേ പറഞ്ഞു. എന്തായാലും ഈ വിഷയങ്ങളോട് KPCC അധ്യക്ഷൻ K. സുധാകരനും അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തുന്നത്. ഇനി തങ്ങളുടെ അണികളെ തല്ലിയാൽ അത് ഇതുവരെ കാണാത്തത്ര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് വണ്ടിപ്പെരിയാറിൽ സംസാരിച്ച K. സുധാകരൻ വ്യക്തമാക്കുന്നത്. അയാൾക്ക് നാണമുണ്ടോ ഈ പ്രവണതയ്ക്ക് പറയാൻ? അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കുക. ഞാൻ ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പെന്താ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ എവിടെയെങ്കിലും CPMന്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ? ഇനിയൊരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു.
എന്തായാലും ആലപ്പുഴയിലടക്കം ഗൺമാന്മാർ ഈ പ്രതിഷേധക്കാരെ തല്ലിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതിനു മുൻപ് തന്നെ വളരെ പെട്ടെന്ന് സമയം അവസാനിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് ചോദ്യം വന്നത്. പക്ഷെ അതിനോട് മറുപടി പറയാതെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. ഈ അവസാന ജില്ലകളിലേക്ക് ഈ പ്രതിഷേധം പോകുമ്പോൾ അത് പ്രതിഷേധവും ഒപ്പം തന്നെ അതിനെ നേരിടുന്ന രീതിയിലും കൂടുതൽ ശക്തമായ ഒരു പോരുണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പത്തനംതിട്ട. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ റാന്നിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി എറിഞ്ഞു. കമ്പിൽ കെട്ടിയാണ് കരിങ്കൊടി എറിഞ്ഞത്. പോലീസ് സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐ ആക്രമണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം, പോലീസ് അവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ അറിയേണ്ടത് ഈ ആഭ്യന്തര വകുപ്പ്, പ്രത്യേകിച്ചും ആരാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഡിവൈഎഫ്ഐക്ക് നൽകിയതെന്നാണ്. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് പത്തനംതിട്ടയിലെ നവകേരള സദസ്സിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്ന സമയത്താണ് റാന്നി മന്ദിരംപടിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കമ്പിൽ കെട്ടി എറിഞ്ഞത്. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തെത്തുകയും പരസ്പരം സംഘർഷത്തിലുണ്ടാവുകയും ചെയ്തത്. തുടർന്ന് പോലീസ് പിന്തുടർന്നു വന്ന പോലീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധങ്ങൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോഴെല്ലാം ഈ പോലീസിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും രംഗത്തെത്തുന്നു എന്നുള്ളതാണ് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. എന്തായാലും പത്തനംതിട്ടയിലെ ഇന്ന് നവകേരള സദസ്സ് നടക്കുന്ന വേദിയുടെ തൊട്ടടുത്ത സ്വന്തം ജംഗ്ഷനിൽ വെച്ചും ഇതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ കൂടി ബലൂണിൽ കെട്ടി, ഹൈഡ്രജൻ ബലൂണിൽ കെട്ടി ആകാശം പറത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പത്തനംതിട്ടയിലും റാന്നിയിലും മുഖ്യമന്ത്രിക്കെതിരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഈ പ്രതിഷേധത്തിൽ ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിരോധിക്കാനായി പോലീസിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പരിപാടി ഇപ്പോൾ റാന്നിയിൽ നടക്കുന്നത്, ഇനിയുള്ള പരിപാടി കോന്നിയിലാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഈ വാഹനം കടന്നു പോകുന്ന മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും വാഹനം കടന്നു പോകുന്ന പ്രദേശങ്ങളൊക്കെ പോലീസ് നല്ല കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. പക്ഷേ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചാണ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി രംഗത്തെത്തുന്നത്. ഈ മുഖ്യമന്ത്രിയാണെങ്കിൽ അക്രമം നടത്തുന്നവരെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സ്വാഭാവികമായും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഒരു വലിയ പ്രേരണയാവുകയല്ലേ, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയാവുകയല്ലേ അത്? മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചത് ഈ തന്നെ അംഗരക്ഷകർ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. അത്തരത്തിലുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ യുവജന സംഘടന പ്രതിഷേധിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കുന്നതിനെ സംബന്ധിച്ചോ ഒന്നും തന്നെ മുഖ്യമന്ത്രി അവരുടെ പക്ഷം നിന്നുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും സംസാരിച്ചത്. പക്ഷേ ഈ നേരെ മറിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ പ്രവർത്തനം, എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണർക്ക് എതിരെ നടത്തിയ പ്രതിഷേധത്തെ ന്യായീകരിക്കുകയും മുഖ്യമന്ത്രി ചെയ്തു. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടുവായിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും സമാനമായ രീതിയിൽ പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോന്നിയിലാണ് അടുത്ത നവകേരള സദസ്സ് നടക്കുന്നത്. അല്പസമയത്തിനും തന്നെ റാന്നിയിലെ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷം കോന്നിയിലെത്തിയ ശേഷം ഈ പ്രദേശങ്ങളിലും ഈ റോഡിൽ പോകുന്ന മുഖ്യമന്ത്രി പോകുന്ന സ്ഥലത്തും ഒക്കെ ഒരുപക്ഷെ പ്രതിഷേധത്തിന് കാരണമുണ്ട്. അടൂരിലാണ് വൈകിട്ട് നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിൽ സമാപിക്കുന്നത്. ശരി, നന്ദി. ശശിനാരായണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നവകേരള സദസ്സ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുന്നു. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ആദ്യ സദസ്സ് പൂർത്തിയായി. പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റും DCC മുൻ ജനറൽ സെക്രട്ടറിയും നവകേരള സദസ്സിൽ പങ്കെടുത്തു. DCC മുൻ അധ്യക്ഷൻ ബാബു ജോർജും ജനറൽ സെക്രട്ടറിയായിരുന്ന സജി ചാക്കോയുമാണ് പത്തനംതിട്ടയിലെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തത്. നവകേരള സദസ്സ് ജനകീയ പരിപാടിയാണെന്ന് ബാബു ജോർജ് പറഞ്ഞു. അതേസമയം പ്രഭാത യോഗത്തിൽ പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ നിര്യാണത്തിൽ മന്ത്രിമാർ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിട്ടുനിൽക്കുന്നത്. ഇടുക്കി നെടുങ്കണ്ടം അർബൻ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ സംഘർഷം. വ്യാജ വോട്ട് ആരോപണവുമായി ഇരു മുന്നണികളും രംഗത്തെത്തി. വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി വോട്ട് ചെയ്തെന്ന് ഇരു മുന്നണികളും ആരോപണം ഉന്നയിച്ചു.
സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം. കോവിഡിന്റെ ഉപവകഭേദം JN.1 ആണ് വ്യാപിക്കുന്നത്. ഇന്നലെ 302 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള പാർലമെന്റ് അതിക്രമം അതീവ ഗൌരവതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മോദി പറഞ്ഞു. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ പ്രതികരണം. അതേസമയം കേസിലെ പ്രതികളുടെ മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. രാജസ്ഥാനിൽ വെച്ചാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിക്കറിഞ്ഞ നിലയിലാണ് മൊബൈൽ ഫോണുകളുള്ളത്. മുഖ്യ ആസൂത്രകൻ ലളിത് ഝാ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് മൊഴി നൽകിയിരുന്നു. അതേസമയം കേസിലെ പ്രതികൾ 2 വർഷത്തിനിടെ 3 ഇടങ്ങളിൽ യോഗം ചേർന്നിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. മൈസൂർ, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലാണ് യോഗം ചേർന്നത്. മുഖ്യ ആസൂത്രകൻ ലളിത് ഝായുടേത് തീവ്ര നിലപാടുകളുള്ള എഴുത്തുകളെന്നും പോലീസ് പറയുന്നു. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഇസ്ലാമോഫോബിക് ആറ്റിറ്റ്യൂഡിന് കയ്യടി കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദേശീയ തലത്തിലെടുക്കുമ്പോൾ പക്ഷേ ഒരു അന്യവൽക്കരണം. മോഡി റെജീമിന് ശേഷം യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വസ്തുത പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സ്ഥിതി മറിച്ചല്ലേ? നവകേരള യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പം അവിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് CAA NRCയെ കുറിച്ചാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ ജില്ലകളിലൊന്നും CAA NRCയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞില്ല? സംഘികൾക്ക് മാത്രമല്ല, കാവ്യ കമ്മ്യൂണിസ്റ്റുകൾക്ക് പോലും തട്ടം കണ്ട അലർജിയാണെന്നൊക്കെ പറഞ്ഞ് അതൊരു വിവാദം ഉണ്ടാക്കലായിരുന്നില്ലേ? തട്ടം ഊരിയ ആളുകള് മലപ്പുറത്ത് കണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള രൂപത്തിലാണ് അന്ന് അനിൽകുമാർ സംസാരിച്ചിട്ടുള്ളത്. CPM മലപ്പുറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ? ഒരു രൂപത്തില് ഒരു പൊയ്മുഖം കാണിച്ചുകൊണ്ടാണ് CPM എല്ലാ കാലത്തും ഈ സ്പെസിഫിക് ആയിട്ടുള്ള ജില്ലയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരികെ വാർത്തയിലേക്ക്. എറണാകുളം കമ്മട്ടിപ്പാടത്ത് മധ്യവയസ്കയെ ബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ പ്രതി അസം സ്വദേശി ഫിർദോസ് അലിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത് പോലീസ്. ലഹരിക്കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. പ്രതിയെ ഉടൻ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. മധ്യവയസ്ക അപകടനില തരണം ചെയ്തു. വണ്ടിപ്പെരിയാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. പ്രതി കുറ്റം സമ്മതിച്ചിട്ടും ശിക്ഷ വിധിക്കാത്തത് ആശ്ചര്യമാണ്. കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം നൽകും. ഇടത് സർക്കാരിന്റെയും ഒരു ഏജൻസിയും അന്വേഷിച്ചാൽ അത് ശരിയാവില്ല. അതിനാൽ പുതിയ അന്വേഷണ ഏജൻസി വേണമെന്നും സുധാകരൻ പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ്. ഈ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം, ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ്. തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, നല്ല മഴയുണ്ട്. ആ മഴയത്ത് കുട ചൂടിക്കൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതു തരത്തിലാണ് പ്രതിഷേധം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പെരിയാറിൽ 6 വയസ്സുകാരിക്ക് നീതി നിഷേധിക്കപ്പെട്ടത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ
DGP ഓഫീസിലേക്ക് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഈ മാർച്ച് നടക്കുന്ന ഏതാണ്ട് 50ഓളം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തിയത്. പക്ഷേ അവരെ കൃത്യമായി ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇന്നലെയും സമാനമായ രീതിയിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അത് വലിയ തരത്തിൽ നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. DGPയുടെ ഓഫീസിലേക്ക് വരെ വസതിയിലേക്ക് വരെ തള്ളിക്കയറുന്ന തരത്തിലേക്ക് ആ പ്രതിഷേധം നീളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് പോലീസ് ഈ DGP ഓഫീസിന് സമീപത്ത് ഈ മാർച്ചിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. VM സുധീരനായിരിക്കും ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയെന്നാണ് മഹിളാ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ എത്തിയേക്കാം. എന്തായാലും കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ കടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ നിന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. എന്തായാലും നിലവിൽ സമാധാനപരമായാണ് ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വണ്ടിപ്പെരിയാറിലെ കേസിൽ പോലീസ് വീഴ്ചയ്ക്കെതിരെ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കണ്ടത്. കാടിറങ്ങുന്ന വന്യത. വയനാട് വാകേരി കലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് കൂടലൂരിലെ ക്ഷീരകർഷകൻ പ്രജീഷിനെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയെന്ന സ്ഥിരീകരണം. പ്രജീഷ് കൊല്ലപ്പെട്ട വാകേരി കൂടലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. ഊർജിത തിരച്ചിൽ തുടരുകയാണെന്നും കടുവ വൈകാതെ പിടിയിലാകുമെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അതിരപ്പള്ളി ഏഴാറ്റുമുക്കം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞൊറ്റയാനായ കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് റോഡിൽ നിന്ന് നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ഏഴാറ്റുമുക്കം റോഡിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങളും കടന്നുപോകാൻ കഴിയാതെ ബുദ്ധിമുട്ടി. കുറച്ചു ദിവസങ്ങളായി ആന പ്രദേശത്തുണ്ട്. പത്തനംതിട്ടയിൽ തള്ളയാൻ ഉപേക്ഷിച്ച കുട്ടിയാന ചെരിഞ്ഞു. റാന്നി RRT ഓഫീസിന് സമീപം പാർപ്പിച്ചു വരികയായിരുന്നു. തിരുവനന്തപുരം കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലായിരുന്നു ചെരിഞ്ഞത്. 18 ദിവസമാണ് പ്രായം. റാന്നി കുറുമ്പൻമൂഴിയായിലെ കുട്ടിയാനയെയാണ് തള്ളയാന ഉപേക്ഷിച്ചത്. വന്യമൃഗങ്ങളെ പ്രദർശന വസ്തുവാക്കരുതെന്ന നിർദ്ദേശം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടേതാണ് നിർദ്ദേശം. ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമില്ലെങ്കിൽ മൃഗങ്ങളെ തിരികെ വനത്തിൽ വിടണം. വന്യമൃഗങ്ങളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കരുത് തുടങ്ങിയവയാണ് മറ്റു നിർദ്ദേശങ്ങൾ. റാന്നിയിൽ കണ്ടെത്തിയ കുട്ടിയാനയെ പ്രദർശന വസ്തുവാക്കിയെന്ന പരാതിയിലായിരുന്നു നടപടി. എറണാകുളം പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. വേണാട് ആദികേശവൻ എന്ന ആനയാണിടഞ്ഞത്. തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ സ്വാധീന ഫലമായാണ് മഴ. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് സേന പിടികൂടിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു. B1 OT എന്ന ബ്രിട്ടീഷ് മേഖലയിലെ മത്സ്യബന്ധനത്തിന് പോയ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടിൽ വിഴിഞ്ഞത്തെത്തിച്ചിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇവരെ തമിഴ്നാട്ടിലേക്ക് അയക്കും. ശബരിമല വാർത്തകൾ നോക്കാം. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ ഇന്ന് തിരക്ക് കുറവാണ്. മഴയും അവധി ദിനമായതിനാലും തിരക്കുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ തീർത്ഥാടകർ വരാൻ മടിച്ചതുമാകാം തിരക്ക് കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. 80,000-ന് മുകളിൽ തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത സാഹചര്യത്തിൽ വൈകുന്നേരം തിരക്കുണ്ടായേക്കാമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. കായിക വാർത്തകൾ.
ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടിയ ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 15 ഓവറുകൾ പിന്നിടുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് എന്ന നിലയിലാണ്. ദക്ഷിണാഫ്രിക്കയുടെ ഹെൻഡ്രിക്സിനെയും വാൻഡർ ഡസ്നെയും അടുത്തടുത്തുള്ള പന്തുകളിൽ പുറത്താക്കുകയാണ് അർഷദീപ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകിയത്. ഇന്ത്യയ്ക്കായി അർഷ്ദീപ് സിംഗ് 4 വിക്കറ്റും ആവേശ് ഖാൻ 3 വിക്കറ്റുകളും സ്വന്തമാക്കി. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം കരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750, പവന് 46,000. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. പ്ലാറ്റിനം ഗ്രാമിന് 3364. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം കരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി